നമസ്കാരം. അനന്തമായ പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഭൂമിയെ ലക്ഷ്യമാക്കിയെത്തുന്ന വിരുന്നുകാരനായ 3i അറ്റ്ലസ് എന്ന അന്തർനക്ഷത്ര ധൂമകേതു ഇന്ന് ശാസ്ത്രലോകത്തും ചരിത്രകാരന്മാർക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സാധാരണയായി ഒരു ധൂമകേതു എന്നത് മഞ്ഞും പൊടിയും നിറഞ്ഞ ഒരു ശിലാവസ്തുവായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 3i അറ്റ്ലസ് എന്ന ഈ അതിഥിയിൽ നിന്ന് പുറപ്പെടുന്ന നിഗൂഢമായ സ്പന്ദനങ്ങൾ ഇത് കേവലം ഒരു ആകാശഗോളമാണോ എന്ന ചോദ്യമുയർത്തുന്നു. പ്രശസ്ത ചരിത്രകാരനും ഗവേഷകനുമായ ആൻഡ്രൂ കോളിൻസ് ഈ ധൂമകേതുവിനെ കുറിച്ച് മുന്നോട്ട് വച്ച നിരീക്ഷണങ്ങൾ ശാസ്ത്രീയതയും പുരാതന സംസ്കാരങ്ങളുടെ ഗണിതശാസ്ത്രവും തമ്മിലുള്ള വിസ്മയകരമായ ബന്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ പുറപ്പെടുന്ന ഒരു ഹൃദയമിടിപ്പ് പോലെയാണ് ഈ ധൂമകേതുവിന്റെ പെരുമാറ്റമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. 3i അറ്റ്ലസ് ശാസ്ത്രലോകത്തെ ഞെട്ടിക്കുന്നത് അതിൽ നിന്ന് പുറപ്പെടുന്ന കൃത്യമായ ഇടവേളകളിലുള്ള ഊർജ സ്പന്ദനങ്ങൾ കൊണ്ടാണ്. ഈ സ്പന്ദനങ്ങൾ പ്രപഞ്ചത്തിലെ ഒരു സാർവത്രിക ഗണിത ഭാഷയുടെ അടയാളമാണെന്നും അത് പുരാതന ഭാരതീയ സംസ്കാരം പിന്തുടർന്നിരുന്ന കാലഗണനാ രീതികളുമായി വിസ്മയകരമായ സാമ്യം പുലർത്തുന്നതാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ഘട്ടത്തിൽ 3i അറ്റ്ലസിന്റെ പെരുമാറ്റത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ ദൃശ്യമായിട്ടുണ്ട്. സ്പെയിനിലെ 2 മീറ്റർ ട്വിൻ ടെലസ്കോപ്പ് ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ പ്രകാരം ഈ ധൂമകേതുവിൽ നിന്നുള്ള സ്പന്ദനങ്ങൾ ആദ്യം 16.16 മണിക്കൂർ ഇടവേളയിലായിരുന്നു. എന്നാൽ സമീപകാലത്ത് ഇത് 15.48 മണിക്കൂർ എന്ന കൃത്യമായ അളവിലേക്ക് മാറിയിരിക്കുന്നു. ഇത്തരത്തിൽ സമയം മാറുന്നത് സ്വാഭാവികമാണെങ്കിലും പുതിയ സമയക്രമം പുരാതനമായ ചില കണക്കുകളുമായി കൃത്യമായി ഒത്തുപോകുന്നു എന്നതാണ് ഗവേഷകരെ അമ്പരപ്പിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭാരതത്തിലെ യോഗിമാർ ധ്യാനവേളകളിൽ ശ്വസന പ്രക്രിയ നിയന്ത്രിക്കുവാൻ ഉപയോഗിച്ചിരുന്ന സമയ യൂണിറ്റുകളും പുരാതന ചൈനീസ് വാട്ടർ ക്ലോക്കുകളും പിന്തുടർന്നിരുന്ന 144 സെക്കൻഡ് എന്ന അടിസ്ഥാന അളവുമായി ഈ 15.48 മണിക്കൂർ എന്ന സ്പന്ദനത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. ആൻഡ്രൂ കോളിൻസിന്റെ വിശകലനം അനുസരിച്ച് ഭൂമിയുടെ 24 മണിക്കൂർ നീളുന്ന ഒരു ദിവസം 144 സെക്കൻഡിന്റെ കൃത്യം 600 യൂണിറ്റുകൾ ചേർന്നതാണ്. ഇതേ ഗണിതശാസ്ത്രം 3i അറ്റ്ലസിന്റെ കാര്യത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിന്റെ 15.48 മണിക്കൂർ ദൈർഘ്യമുള്ള സ്പന്ദനം കൃത്യമായി 387 യൂണിറ്റുകളായി മാറുന്നു. ദശാംശ സംഖ്യകളോ മാറ്റങ്ങളോ ഇല്ലാതെ ഇത്ര കൃത്യമായി ഈ അക്കങ്ങൾ ഒത്തുപോകുന്നത് ഒരു യാദൃശ്ചികതയായി കാണാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. പ്രപഞ്ചത്തിന്റെ ഗണിതശാസ്ത്രപരമായ താളം ഈ ധൂമകേതുവിലൂടെ വെളിപ്പെടുകയാണോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഗ്യാസും പൊടിയും ക്രമരഹിതമായി പുറത്തുവിടുന്ന ഒരു ശിലാശകലം എന്നതിലുപരി ബുദ്ധിപരമായ ഒരു രൂപകൽപ്പനയ്ക്ക് വിധേയമായ ഒരു വസ്തുവാകാം ഇതെന്നാണ് അദ്ദേഹം സംശയിക്കുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്ത ശാസ്ത്രജ്ഞൻ A.V. ലോബ് നേരത്തെ ഔമുവാമുവ എന്ന വസ്തുവിനെ കുറിച്ച് ഉന്നയിച്ച നിഗമനങ്ങൾക്ക് സമാനമായ വാദങ്ങളാണ് 3i അറ്റ്ലസിന്റെ കാര്യത്തിലും കോളിൻസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതൊരു സാധാരണ ധൂമകേതുവല്ല, മറിച്ച് മുൻകൂട്ടി നിശ്ചയിച്ച പാതയിലൂടെ സഞ്ചരിക്കുവാൻ പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു ഡയറക്റ്റഡ് കോമറ്റ് ആകാം എന്നാണ് അദ്ദേഹം കരുതുന്നത്. നക്ഷത്ര യൂഥങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിശ്ചിത സമയത്ത് ഉണരുകയും സിഗ്നലുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമോ അല്ലെങ്കിൽ അന്യഗ്രഹ ജീവന്റെ സാന്നിധ്യമോ ഇതിൽ അടങ്ങിയിട്ടുണ്ടാകാം എന്നതാണ് അദ്ദേഹത്തിന്റെ നിഗമനം. പ്രപഞ്ചത്തിന്റെ വിദൂരതയിൽ നിന്ന് ആരോ അയച്ച ഒരു സന്ദേശവാഹകനെ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. എങ്കിലും ശാസ്ത്രലോകത്തെ പ്രമുഖരായ നാസയോ യൂറോപ്യൻ സ്പേസ് ഏജൻസിയോ ഈ വാദങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. ധൂമകേതുക്കൾ സൂര്യനോട് അടുക്കുമ്പോൾ ഉപരിതലത്തിലെ മഞ്ഞ് ഉരുകുകയും വാതകങ്ങൾ പുറന്തള്ളുകയും ചെയ്യുന്നത് ഇത്തരം സ്പന്ദനങ്ങൾക്ക് കാരണമാകാം എന്നാണ് ഭൂരിഭാഗം ജ്യോതിശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. എന്നാൽ 3i അറ്റ്ലസ് കാട്ടിത്തരുന്ന ഈ ഗണിതശാസ്ത്രപരമായ കൃത്യത ഇന്നും ഒരു സമസ്യയായി തുടരുകയാണ്. പുരാതന മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ താളം മനസ്സിലാക്കിയിരുന്നോ എന്നും ആ വിജ്ഞാനം ഇത്തരമൊരു ആകാശഗോളത്തിന്റെ ചലനങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുമുള്ള ചർച്ചകൾ വരും നാളുകളിൽ കൂടുതൽ ഗൗരവകരമായി മാറുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.